കിണറ്റിനരികിലേക്ക് പാഞ്ഞ ദീപയ്ക്ക് പിന്നാലെ രാഹുലിൻ്റെ രൂപത്തിലുള്ള ദുരാത്മാവും എത്തി. കിണറ്റിനരികിൽ ഒരു പഴയ മൺകുടം. ദീപ വേഗത്തിൽ അത് തപ്പി നോക്കി. അവളുടെ വിരലുകളിൽ ഒരു ചെറിയ താക്കോൽ തടഞ്ഞു. തുരുമ്പിച്ച താക്കോൽ. എനിക്കറിയാമായിരുന്നു നീ ഇവിടെ എത്തുമെന്ന് ദീപേ. രാഹുലിൻ്റെ ശബ്ദം പിന്നിൽ. അവൻ്റെ കൈകൾ അവളുടെ തോളിൽ സ്പർശിക്കാൻ ഒരുങ്ങി. ദീപയ്ക്ക് സമയം കിട്ടിയില്ല. അവൾ താക്കോലുമായി മുറിയിലേക്ക് പാഞ്ഞു. രാഹുൽ അവളെ പിന്തുടർന്നു. തറവാട്ടിലെ ഇടനാഴികൾ ഇരുട്ടിൽ ഭയാനകമായി തോന്നി. വടക്കേ അറ്റത്തെ മുറിയുടെ അടുത്തേക്ക് അവൾ എത്തി. വിറയ്ക്കുന്ന കൈകളോടെ അവൾ പൂട്ടു തുറന്നു. താക്കോൽ കറങ്ങിയപ്പോൾ ഒരു വലിയ ശബ്ദത്തോടെ പൂട്ടു തുറന്നു. ദീപ വേഗത്തിൽ മുറിക്കുള്ളിലേക്ക് കടന്ന് വാതിലടച്ചു. അവൾക്ക് പിന്നാലെ രാഹുലിൻ്റെ ശക്തിയായ അടി വാതിലിൽ കേട്ടു. നീ എന്നെ തടയാൻ ശ്രമിക്കരുത് ദീപേ. എനിക്കറിയാം നീ ഈ വീട്ടിൽ എവിടെയാണെന്ന്. എനിക്ക് നിന്നെ വേണം. മുറിക്കുള്ളിൽ വല്ലാത്തൊരു ദുർഗന്ധം. പഴയ പൊടിയുടെയും പൂപ്പലിൻ്റെയും രക്തത്തിൻ്റെയും ഗന്ധം കലർന്ന ഒരു ഭീകരമണം. ദീപ ചുമരിലേക്ക് വിളക്ക് കൊളുത്തി. മങ്ങിയ വെളിച്ചത്തിൽ അവൾ ചുറ്റും നോക്കി. ഇതൊരു ചെറിയ മുറിയായിരുന്നില്ല, വലിയൊരു ഹാൾ. ഒരു പഴയ കാലത്തെ മന്ത്രവാദശാല പോലെ. ചുമരുകളിൽ പഴയ മന്ത്രവാദ ചിത്രങ്ങൾ. നടുവിൽ ഒരു വലിയ വൃത്താകൃതിയിലുള്ള ഭാഗം. അതിനു ചുറ്റും ചിതറിക്കിടക്കുന്ന മനുഷ്യൻ്റെ അസ്ഥികുടങ്ങൾ. ദീപ നടുങ്ങി. അവൾ മുന്നോട്ട് നടന്നു. നടുവിലെ വൃത്താകൃതിയിലുള്ള ഭാഗത്ത് ഒരു വലിയ കറുത്ത കിണർ പോലെ. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുതരം പുക ഉയരുന്നുണ്ടായിരുന്നു. ഇരുട്ടറ. അച്ഛൻ പറഞ്ഞ ഇരുട്ടറ ഇതാണ്. അവൾ പതിയെ ഇരുട്ടറയുടെ അടുത്തേക്ക് ചെന്നു. അതിൻ്റെ ഉള്ളിൽ നിന്ന് നേർത്തൊരു ശബ്ദം. ആരോ നിലവിളിക്കുന്നത് പോലെ. അനേകം ആത്മാക്കളുടെ നിലവിളി. ഈ മുറിയിൽ പ്രവേശിക്കരുത് ദീപേ. പിന്നിൽ നിന്ന് രാഹുലിൻ്റെ ശബ്ദം. അവൻ വാതിൽ തകർത്ത് അകത്തേക്ക് വന്നിരിക്കുന്നു. അവൻ്റെ കണ്ണുകളിൽ ഭീകരമായ തിളക്കം. അവൻ്റെ ശരീരം പതുക്കെ കറുത്ത പുകയായി മാറാൻ തുടങ്ങി. അവൻ്റെ ഉള്ളിലെ ദുരാത്മാവ് പൂർണ്ണമായി പുറത്തു വരികയാണ്. അവൻ്റെ കൈകൾ ദീപയ്ക്ക് നേരെ നീട്ടി. ദീപയ്ക്ക് മുന്നോട്ട് പോകാനോ പിന്നോട്ട് പോകാനോ കഴിഞ്ഞില്ല. ശരീരം മരവിച്ചു. തൻ്റെ ആത്മാവിനെ പിടിക്കാൻ വരുന്നു. ഇനി എന്ത് സംഭവിക്കും? രാഹുൽ ദീപയുടെ ആത്മാവിനെ പിടികൂടുമോ? അവൾക്ക് ഇരുട്ടറയിൽ നിന്ന് ഒരു സഹായം ലഭിക്കുമോ?